നല്ല മഴയാണ് കോഴിക്കോട് മൊത്തം. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് വെളിച്ചം കിട്ടുന്നില്ല. ചിലപ്പം ഇരുണ്ടിരിക്കുവാണ്, അങ്ങനെ മതിയായിരിക്കും. സൗണ്ട് ക്ലിയർ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പുരോഗതിയിലേക്കും മാറ്റത്തിലേക്കും കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ ചിന്തിക്കുന്നു, ഇങ്ങനെ പോയാൽ പോരാ, നമ്മുടെ രാജ്യത്തിന് ഒരു മാറ്റം വേണം. മലപ്പുറത്ത് മഴയാണല്ലേ? ശരി, ഓക്കെ. ഇവിടെ കോഴിക്കോട് നല്ല മഴയാണ്, അപ്പോൾ തൃശ്ശൂര് നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ രാജ്യത്തിന് ഒരു മാറ്റം വേണമെന്നും അങ്ങനെ മാറ്റമില്ലാതെ തുടരുന്നത് ശരിയല്ല എന്നും മനസ്സിലാക്കുന്നു. ഇപ്പൊ ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഹിജാബിന് ശക്തമായ രൂപത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവന്ന സമയം നമ്മൾ കണ്ടു ഒരുപാട് പ്രതിഷേധങ്ങൾ. അതായത് ലോകത്ത് നിന്ന് തന്നെ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന രൂപത്തിലാണ് ഇവിടെ വാർത്തകൾ പ്രചരിച്ചതെല്ലാം. അതങ്ങനെയാണല്ലോ. ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ നൽകാനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് കൂടുതൽ ധൃതി. ഇപ്പോ ഫ്രാൻസ് ഇസ്ലാമോഫോബിയ പരത്തുകയാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഫ്രാൻസിൽ നടക്കുന്ന ഈ മുസ്ലിങ്ങളുടെ ഇത്തരം മത വിഷമൊന്നും ഇവർ കാണാത്തതാണോ? സാമുവൽ പാറ്റി എന്ന് പറഞ്ഞ അധ്യാപകന്റെ തല വെട്ടിയെടുത്തതും ഏതെങ്കിലും ഒരു പെണ്ണ് ബിക്കിനി ഇട്ടുകൊണ്ട് പോയാൽ ഉടനെ ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. ഒരു രാജ്യത്ത് നമ്മളിപ്പോ ഒരു വീട്ടില് ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീടായിരിക്കും, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ വീടായിരിക്കും, അവിടേക്ക് നമ്മൾ കയറി ചെന്നാൽ നമ്മുടെ വീട്ടിലുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. അവിടുത്തെ നിയമങ്ങളുമായി ചിലപ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നവരായിരിക്കും. അവര് ചിലപ്പോൾ രാവിലെ ചായയും കുടിയൊന്നും ഉള്ളവരായിരിക്കില്ല. ഉച്ചയ്ക്ക് ചിലപ്പോൾ നമുക്ക് 2-3 മണിക്കായിരിക്കും ചോറ് വേണ്ടത്. നമുക്ക് ചിലപ്പോ നോൺ വെജ് അത്യാവശ്യമായിരിക്കും. അവർ ചിലപ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കും. എന്തായിരുന്നാലും ശരി, ആ സാഹചര്യങ്ങളുമായി ഒത്തുപോകാൻ നമ്മൾ തയ്യാറാകും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണല്ലോ. അപ്പോ സിറിയയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ ഫ്രാൻസിനെ സിറിയയാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഫ്രാൻസുകാർ അവിടെ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കി. ഇപ്പോ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം, തുർക്കിയുടെ അവസ്ഥ നമുക്കറിയാം. തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്കു വേണ്ടി ഈ കേരളക്കരയിൽ വംശഹത്യ നടത്തിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ. തുർക്കിയില് ബ്രിട്ടനാണ് കാരണക്കാരൻ. ബ്രിട്ടൻ തുർക്കി പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അതിനകത്ത് കുരുക്കൾ പൊട്ടിയ ആളുകൾ ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ നിന്നു. അന്നും ഹിന്ദുക്കൾ സംഘടിതരല്ല. എന്നാൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ വരെ ഹിജാബിന്റെ വിഷയത്തിൽ വ്യക്തമായ ഒരു ധാരണയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? അതാണ് കർണാടകയില് ഹിജാബിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട് വീണ്ടും മുറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മതത്തിന്റെ പേരിൽ ഒന്നുകൂടി ഈ രാജ്യത്തെ ഒന്ന് മുറിക്കണം. ആദ്യം പാകിസ്ഥാനാക്കി മുറിച്ചു, പക്ഷെ അതിലൊന്നും ഇവർ സംതൃപ്തരല്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ അവലും കഞ്ഞിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയാണെങ്കിലോ വളരെ വലിയ രൂപത്തിൽ ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ വളർത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരിക്കൽ ഒരുമിച്ച് കിടന്ന രാജ്യം അവിടെ നിന്ന് ഭാഗം വാങ്ങിപ്പോയി, സ്ത്രീധനമൊക്കെ വാങ്ങിപ്പോകുന്നത് പോലെ ഭാഗം വാങ്ങിപ്പോയി. എന്നിട്ടും അവർക്ക് അങ്ങോട്ട് മെച്ചത്തിലെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ മെച്ചത്തിലെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? ആ രാജ്യത്തെ പിടിച്ചെടുക്കണോ അതോ അവരുമായിട്ട് ലയിക്കണോ? ഈ റിസർച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒന്നുകൂടി കേരളത്തെ ഒന്ന് മുറിച്ചാൽ കൊള്ളാമെന്നുണ്ട് ചില ആളുകൾക്ക്. +1 സീറ്റിന്റെ പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുവാണല്ലോ മലപ്പുറത്ത്. അത് വലിയ രൂപത്തിൽ വാർത്താ പ്രാധാന്യവും നേടുന്നുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു വാർത്ത എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. മലബാറില് +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങള്, ഒരുപാട് വിവാദങ്ങള് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോ ഒരു മുസ്തഫ മുണ്ടുപാറ അദ്ദേഹം പറയുകയാണ്, കേരളം ഒന്നുകൂടി മതപരമായി മലബാറായിട്ട് വിഭജിക്കണം എന്ന് ഒരാവശ്യം ഉയർന്നാൽ അതിൽ പോലും തെറ്റു പറയാൻ പറ്റില്ല. ഇവർ ചില അജണ്ടകൾ മുൻനിർത്തിയാണ് ഇത് സംസാരിക്കുന്നത്.
ഇവരുടെ ഉള്ളിലുള്ള താല്പര്യമാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഒന്നുകൂടി ഒന്ന് പിളർത്തിയാൽ എന്താണ് പ്രശ്നം? അത് നരേന്ദ്രമോദി രക്ഷയില്ല. കേരളത്തെ പിളർത്താൻ എന്നാ പിന്നെ വിദ്യാഭ്യാസ രംഗത്തോട് മലബാറിനോട് എന്തോ കേന്ദ്രം അവഗണന കാണിക്കുന്നെന്നോ സംസ്ഥാന സർക്കാർ അവഗണന കാണിക്കുന്നെന്നോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒന്നെങ്കിൽ തന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് നോക്കിക്കൊള്ളാമെന്നായിരിക്കും. സമസ്തയും പോഷക സംഘടനകളും സമരരംഗത്തിറങ്ങുന്നത് അപൂർവമാണ്. ഇറങ്ങിയാൽ ലക്ഷ്യം കണ്ടേ മടങ്ങൂ എന്ന ഒരു ഭീഷണിയും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിച്ചു എന്ന് ചിന്തിക്കണമെന്ന് വീണ്ടും എടുത്തു പറയുന്നു. ജനസംഖ്യ കൂടുന്ന സ്ഥലങ്ങളിൽ സർക്കാർ കൂടുതൽ മുതൽ മുടക്കേണ്ടി വരും. ജനസംഖ്യ കുറവുള്ള മേഖലകളിലെ അതേ ആനുകൂല്യങ്ങൾ നമുക്കും ലഭിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ തിരുവിതാംകൂറിന്റെ രക്ഷയ്ക്കാണോ ഇങ്ങനെ ഒരു ആവശ്യവുമായി മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്, അതോ ഈ കേരളത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള, കത്തിച്ചു കളയാനുള്ള അഗ്നിയാണോ ഇത് എന്ന് ചിന്തിക്കണം. കാരണം മലബാറിലെ പ്രത്യേകമായിട്ടുള്ള ചില രാഷ്ട്രീയ കക്ഷികളുണ്ട്. അവരതിന് ലക്ഷ്യം വെച്ചിട്ട് കുറെ കാലമായി. അവർക്ക് ഈ നാട് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തന്ത്രമാണോ, അതും ചിന്തിക്കണം. ഈ വിഷയത്തിൽ പ്രതികരിച്ച മറ്റൊരു സംഘടനയാണ് SDPI. +1 സീറ്റ് പ്രതിസന്ധി അടിയന്തിരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ SDPIയുടെ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാളെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പിക്കറ്റിംഗ് നടത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്യുമത്രേ ഈ പിക്കറ്റിംഗ്. ജനറൽ സെക്രട്ടറി റഷീദ് ഉമരി ഉണ്ട്. പിന്നെ വൈസ് പ്രസിഡന്റുമാരാണ് വാഹിദ്, ജലീൽ സഖാഫി, അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശരി, ഇരിക്കട്ടെ. എന്താണ് ഇവർ ഈ കേരളക്കരയിൽ ലക്ഷ്യം വെക്കുന്നത്? എല്ലാ സംസ്ഥാനത്തെയും പോലെയല്ല കേരളം, എല്ലാ ജില്ലകളെയും പോലെയല്ല മലപ്പുറം. അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. SSLC ഫലം വന്നത് മുതൽ +1 സീറ്റിന്റെ അപര്യാപ്തത സർക്കാരിന്റെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിന് പകരം കള്ളക്കണക്കുകൾ പറഞ്ഞ് സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുകയാണത്രേ. ക്ലാസ് തുടങ്ങാറായി. മലബാറിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് ശക്തമായ സമരങ്ങൾ തുടർന്ന് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് SDPI അറിയിച്ചു മുന്നോട്ട് വരുന്നത്. ചിന്തിക്കണം, ഒരു കാലത്ത് വിദ്യാഭ്യാസം നമുക്ക് ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന വിഭാഗമാണിവർ. അതായത് ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് വേണ്ട, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പഠനങ്ങൾ നമുക്ക് വേണ്ട, കാഫിറിന്റെ നരകത്തിലേക്കുള്ള ഭാഷയായ ഇംഗ്ലീഷ് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് മതപഠനമാണ്. ബ്രിട്ടീഷ് സർക്കാർ ഗ്രാന്റ് വരെ കൊടുത്തിട്ടാണ് ഒരുവിധം ഒന്ന് പഠനത്തിലേക്ക് ആക്കിയെടുത്തത്. അവര് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മത്സരിക്കുന്നു. നല്ലത്, ഇതൊരു വളർച്ചയും ഇതൊരു പുരോഗതിയുമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം വളരെ സമർത്ഥയായി പഠിച്ച് അതിന്റെ പേരില് അവർക്ക് അർഹമായിട്ടുള്ള ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് വിളിച്ചപ്പോൾ ആരാ പറഞ്ഞത് പെൺകുട്ടികളെ വേദിയിലേക്ക് വിളിക്കാൻ എന്ന് പറഞ്ഞു ഉറഞ്ഞു തുള്ളിയ അബ്ദുള്ള മുസ്ലിയാർക്കൊക്കെ നല്ല അടിയേറ്റ ഒരു മറുപടിയാണിത്. വളരെ നല്ലതാണ്. അതായത് പല ഇസ്ലാമിക സംഘടനകളും, തുർക്കി അടക്കം തന്നെ എടുക്കാം, ഹിജാബിന്റെ വിഷയത്തിൽ വളരെ നേർത്ത സമീപനം സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഞങ്ങൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ഒരു വിഭാഗം. നീറ്റ് പരീക്ഷയ്ക്ക് ഹിജാബ് അഴിച്ചതൊക്കെ വലിയ വിഷയമായിരുന്നു. ഇവിടെ ഇപ്പോഴിതാ 90% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം താജിക്കിസ്ഥാൻ. ഹിജാബ് വേണ്ട, താടിയും വെക്കണ്ട, നിങ്ങളുടെ ജാതിയും മതവും ഒക്കെ വിളിച്ചു പറയുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ ഇവിടെ വേണ്ട. എന്തുണ്ട് പറയാൻ? അതിനു വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഹർത്താലൊക്കെ നിങ്ങൾക്കൊന്ന് ആചരിച്ചൂടെ? പറ്റില്ല അല്ലെ? ഇനിയും ഈ നിയമം ധിക്കരിച്ചാൽ ലക്ഷക്കണക്കിന് പിഴ കൊടുക്കേണ്ടി വരും.
ലക്ഷക്കണക്കിന് പിഴ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നിയമമാണ് താജിക്കിസ്ഥാൻ എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വരെ വെളിവ് വെച്ചിരിക്കുന്നു. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഇസ്ലാമിക നിയമത്തിന് വേണ്ടിയും ഈ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനുമുള്ള നെട്ടോട്ടത്തിലാണ്. നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമാണല്ലോ, നമ്മൾ അതിനു വേണ്ടിയാണല്ലോ ഈ പണിയെടുക്കുന്നതില്ല. ഇപ്പോ ഇന്ന് വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റഷ്യ വിറച്ചിരിക്കുകയാണ്. റഷ്യയില് ആരാധനാലയങ്ങളിൽ ആക്രമണം നടന്നിരിക്കുന്നു. നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള ഇവിടെ വിട്ട ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ആരാധനാലയങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം, അവിടെ കുറെ എണ്ണത്തിനെ അങ്ങ് പൊട്ടിക്കണം, നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ പ്രതിരോധിക്കണമെന്നാണ് പറഞ്ഞത്. കുറച്ച് ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ഒക്കെ കൊന്നിട്ടെങ്കിലും. മനസ്സിലായ? അരുൺ പ്രഭാകർ കൂടുതൽ ബോൾഡ് ആയിക്കൊണ്ടിരിക്കണം. ഇരിക്കണ്ടേ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി സംസാരിക്കണ്ടേ? ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എവിടെ പോകും? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടിച്ചാവോ? രവി നോക്കുന്നുണ്ടല്ലോ, ഇടുന്ന കമന്റുകൾ നോക്കുന്നുണ്ട്. എല്ലാ കമന്റുകളും എപ്പോഴും നോക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പറ്റുന്നത്ര രൂപത്തിൽ കമന്റുകൾ നോക്കാറുണ്ട്, അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇത് സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കമന്റുകൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു മാറിപ്പോകുമല്ലോ. അതുകൊണ്ടാണ് കമന്റുകൾക്ക് മറുപടി പറയാത്തത്. ധൈര്യമായിട്ട് നിങ്ങൾ കമന്റ് ഇട്ടോ. എന്താണ് രഹ്ന അനസ്, ഏതാടി ഊളയെന്നോ? നിന്റെ ഉമ്മായി ഇപ്പൊ വിളിക്കടി. ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ വരെയാണ് വിളിപ്പിക്കാറ്. ഓ പൊന്നു മോളെ, നീ എന്ത് തേങ്ങാക്കൊലയാ പറയുന്നേന്നു? എന്ത് തേങ്ങയൊക്കെയാ പറയുന്നേന്നു? ഓ, തേങ്ങയും മാങ്ങയൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. ശരി, നടക്കട്ടെ. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആരാധനാലയങ്ങളിൽ കയറി പൊട്ടിത്തെറിക്കാനും അവരെ പൊട്ടിക്കാനും ഒക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ ക്രൈസ്തവ ഉന്മൂലനം ലക്ഷ്യമാക്കി നടന്നു പോകുന്ന വസ്തുതകളാണ്. ഇപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. അതായത് റഷ്യയില് കൂട്ട വെടിവയ്പ് സംഭവിച്ചു. പോലീസുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. സിനഗോഗിനും ക്രിസ്ത്യൻ പള്ളിക്കും ട്രാഫിക് പോസ്റ്റിനും നേരെയാണ് വെടിവയ്പ് നടന്നത്. ഏതാണ്ട് 13 പേർക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. ഭീകരാക്രമണം എന്നാണ് റഷ്യ വിശദീകരിക്കുന്നത്. ഈ ഭീകരർ ലോകത്തിന്റെ സകലമാന കോണുകളിലും കയറിപ്പറ്റി അവിടെയെല്ലാം ഇവർ ഈ രൂപത്തിൽ തകർത്ത് തരിപ്പണമാക്കി ഇവരുടെ മതം വളർത്തിക്കൊണ്ടിരിക്കുക. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു സംഘടനയും വന്നിട്ടില്ല, ഉടനെ വരും. 15 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. കാരണം എത്ര ഭീകരതയുണ്ട് എന്ന് ചെയ്തതിനു ശേഷം ഒരു മാറുന്നൊന്ന് നോക്കൂ. ഒരുപാട് പേര് ചത്തിട്ടുണ്ടെങ്കിൽ ശരി, ഞങ്ങൾ ഇത്രയും അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്തല്ലോ, അതിന് അള്ളാഹു പ്രത്യേകിച്ചൊരു അവാർഡോ ക്രെഡിറ്റോ ഒന്നും തരാതിരിക്കില്ല എന്നവർക്കറിയാം. 2 ഓർത്തഡോക്സ് പള്ളികൾക്കും ഒരു സിനഗോഗിനും പോലീസ് ചെക്ക് പോസ്റ്റിനും നേരെയാണ് ആക്രമണം നടന്നത്. ഇതാണ് ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി അറിയിക്കുന്ന റിപ്പോർട്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനും പോലീസ് ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത്. മുഴുവൻ അക്രമികളെ പിടികൂടിയോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ആരെങ്കിലും ഒക്കെ പിടികൂടിയെങ്കിൽ പോലും ഇവരെന്ത് സംഭവിച്ചാലും കൂടെയുള്ള ആളുകളെ ഒറ്റുകൊടുക്കില്ല, പറയില്ല. ഇവരെല്ലാവരും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. എന്തായിരുന്നാലും ഉക്രൈനാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന ചർച്ച ഉയർത്താൻ വേണ്ടിയാണ് ഇപ്പൊ റഷ്യ മുന്നോട്ട് പോകുന്നത്. ഇത്തരം ആരോപണങ്ങൾ അനൌദ്യോഗികമായി റഷ്യ നടത്തുന്നുമുണ്ടത്രേ. ഞായറാഴ്ച റഷ്യയിലെ നോർത്ത് കോക്കസസ് മേഖലയിലെ ഡാഗസ്ഥാനുമായിട്ടുള്ള ഒരു സിനഗോഗും 2 ഓർത്തഡോക്സ് പള്ളികളും ഒരു പോലീസ് പോസ്റ്റും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഭീകരാക്രമണ പരമ്പരയായിരുന്നു നടന്നത്. മൊത്തം മരണങ്ങളുടെ എണ്ണം റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുമില്ല, റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ആക്രമണത്തിൽ പങ്കെടുത്ത 5 തോക്കുധാരികളും വെടിയേറ്റു മരിച്ചതായി ഡാഗസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയിലെ ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി ആക്രമണങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളായി വിശേഷിപ്പിച്ചു. വെടിവെപ്പിനെ കുറിച്ച് ഭീകര അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചു. ഇതിന് പിന്നിൽ ഭീകര ശക്തികളാണ്, ഇവരെ കണ്ടെത്തണം. ലോകത്തിന്റെ നാനാതുറകളിലും ഇവർ വേരൂന്നിയിട്ടുണ്ട്. പ്രധാനമായും
മുസ്ലിം നോർത്ത് കോക്കസസ് മേഖലയിലെ ഒരു പുരാതന ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ ഡർബന്റിലാണ് സിനഗോഗും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ജോർജിയയുടെയും അസർബൈജാന്റെയും അതിർത്തിയിലുള്ള